ഹായ് നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പളം പാലത്തിലാണ് കേട്ടോ. അതായത് ഒരു ജനതയുടെ ഏറെക്കാലത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നടുക്കാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് നമ്മുടെ തൊട്ടടുത്തായിട്ട് തന്നെ കാണുന്നത് പെരുമ്പളം ദ്വീപാണ്. ഈ ദ്വീപിലേക്ക് നമ്മുടെ കരയിൽ നിന്നും ഈ ദ്വീപിലേക്ക് എത്താനായി ഏറെ നാളായി എല്ലാവരും ആഗ്രഹിച്ചു നിന്ന ആ ഒരു സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. അതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ ഇപ്പം ഇതിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ സൈഡിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ഇവിടേക്ക് നടന്ന് വരുന്നത് ഇത് കാണാനായിട്ടും. ഇവിടേക്ക് നിരവധി ആളുകൾ ഈ കാഴ്ചകൾ കാണാനായിട്ട് വരുന്നതാണ്. 1 കിലോമീറ്ററിന് മേലെയാണ് ഇതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളൊരു സവാരിക്കായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. നടന്ന് അവർ കാൽനട യാത്രക്കാരെല്ലാം ഇറങ്ങുന്ന കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാം. എനിക്ക് പിന്നിൽ കാണുന്നതാണ് നമ്മുടെ ഈ പെരുമ്പളം ദ്വീപെന്ന് പറയുന്നത്. അതായത് കരയിലേക്ക് വരാനായിട്ട് ഒരു മാർഗവും അവർക്ക് ഇല്ലാതിരുന്ന ഒരു വർഷങ്ങളോളം അവർ കാത്തിരുന്ന ആ ഒരു അവരുടെ ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത്. ഞാൻ മൻസൂർ മുഹമ്മദ്, ത്രിപുരൻ ട്രാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതിനു വേണ്ടി, അതായത് നമ്മുടെ ഈ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടി എനിക്ക് തോന്നുന്നു ഇവിടുത്തെ 2 പഴയകാല ഇപ്പോഴും അവർ പൊതുപ്രവർത്തകർ തന്നെയാണ്, എങ്കിലും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കുറേ ചിന്തകളിലും അല്ലേ നമ്മുടെ എല്ലാ രീതിയിലും ഇതിനു വേണ്ടിയൊക്കെ നിന്നിട്ടുള്ള 2 പൊതുപ്രവർത്തകർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. യാദൃച്ഛമായിട്ട് കിട്ടിയതാണ് കേട്ടോ നമുക്ക്. KK ജിജുവും അതുപോലെ തന്നെ സജീവ്, അങ്ങനെ 2, ഒരാൾ ആരോഗ്യവകുപ്പിലും ഒരാൾ കൺസ്യൂമർ വകുപ്പിലും ഫെഡിലും ഒക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവരുടെ തന്നെ ഒന്ന് ചോദിച്ചറിയാം. പെരുമ്പളം ദ്വീപിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ കാൽപ്പനികമായിട്ട് പറഞ്ഞ ജലം കൊണ്ട് മുറിവേറ്റവരെന്ന് പറയില്ലേ, സിനിമയിൽ പറഞ്ഞ പോലെ ഈ ജലം പെരുമ്പളത്തെ ഭൂരിപക്ഷം പേർക്കും ജീവനാശ്രയമാണ്. അതോടൊപ്പം തന്നെ ഈ ജലം കൊണ്ട് മുറിവേറ്റ ജീവിതങ്ങളാണ് പെരുമ്പളത്തുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാലവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ എല്ലാവരും പറയാറുണ്ട്, ഇപ്പോൾ കല്യാണം ആലോചനകൾ മുടങ്ങുന്നത്, സമയത്ത് ബോട്ടുണ്ടായിരുന്നില്ല നേരത്തെയൊക്കെ. പണ്ടിവിടെ ഒരു ജലപാതയാണെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങളൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനുമൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ജലഗതാഗതം മാർഗമായിരുന്നു ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിച്ചത്. അപ്പോൾ പോലും പെരുമ്പളത്ത് ടച്ച് ചെയ്ത് പോകുന്ന ഒരു സംവിധാനം ആയിരുന്നില്ല. അതിനുശേഷമാണ് യാത്രാ ബോട്ടുകൾ ഉണ്ടാകുന്നത്. യാത്രാ ബോട്ടുകൾ ഉണ്ടായതിനു ശേഷമാണെങ്കിലും പെരുമ്പളത്ത് പരിമിതമായ യാത്രാ സംവിധാനമാണ് ഉണ്ടായിരുന്നത്. പിന്നെ കടത്തുവള്ളങ്ങളായിരുന്നു ആശ്രയം. കടത്തുവള്ളങ്ങൾ ഈ വേമ്പനാട് കായലിൽ മിക്കവാറും പ്രക്ഷുബ്ധമാവാം, അല്ലെങ്കിൽ ഈ പോളപ്പായൽ തിങ്ങി യാത്ര മുടങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മനുഷ്യൻ ഒരേ തരത്തിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അടിയന്തര ചികിത്സ ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പെരുമ്പളത്തുകാർക്ക് ഇതൊക്കെ മറികടക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യം ഉണ്ട് എങ്കിൽ പോലും സംഭവിക്കുന്ന ആകസ്മികമായി ഉള്ള സംഗതികളിൽ പതറിപ്പോവും. ഇപ്പോൾ ഒരു പ്രസവത്തിൻ്റെ ഡേറ്റ് മുൻകൂട്ടി പറയുന്ന ഡേറ്റ്, അതിനേക്കാൾ എക്സ്പെക്റ്റഡ് ഡേറ്റിന് മുന്നേ പ്രസവവേദന ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പെരുമ്പളത്തുകാർ വിഷമത്തിലാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും വള്ളത്തിൽ പ്രസവിച്ച ചരിത്രം ഉണ്ടാവും, അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്താൻ പറ്റാത്ത സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു നെഞ്ചുവേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റാതെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മ അടക്കം രാത്രി നെഞ്ചുവേദന ഉണ്ടാകുന്നു, ബോട്ടില്ലല്ലോ, വള്ളം ഇറക്കാൻ ബുദ്ധിമുട്ടി, മക്കളെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി കിടന്ന അവസാനം വേദന കഠിനമായപ്പോൾ വെളുപ്പിനായപ്പോൾ ആണ് പറയുന്നത് ആശുപത്രിയിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ മരിക്കുകയുണ്ടായി. അപ്പോൾ ഇതുപോലെ ഓരോരുത്തർക്കും വ്യക്തിപരമായി അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ പെരുമ്പളത്തെ സംബന്ധിച്ച് ആൾക്കാർ, ഇവിടുത്തെ ജനങ്ങൾ വളരെ മുന്നേ തന്നെ ഈ ഫലപ്രദമായ ബോട്ടിംഗ് സംവിധാനം വേണമെന്നും പറഞ്ഞ് ഞങ്ങളടക്കം സമരം ചെയ്തിട്ടുണ്ട്. ധാരാളം കേസുകളിൽ ഞങ്ങളൊക്കെ പ്രതിയായിട്ടുണ്ട്. പെരുമ്പളം പാലത്തിൻ്റെ ഉദ്ഘാടനം എന്നുള്ളത് ഒരു മഹോത്സവമാണ്. ഇപ്പോൾ മഹോത്സവം, ഇപ്പോൾ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് പെരുമ്പളത്തുകാർ ഇതിനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 7ാമത്തെ ദിവസം ആയ 7-ാം തീയതി ഒരു മഹോത്സവമാണ്. പെരുമ്പളത്തുകാർ മുഴുവൻ ഉണ്ടാകും. രാവിലെ പ്രഭാത ഭക്ഷണം വരണവർക്ക് മുഴുവൻ സൗജന്യമായിട്ട് കൊടുക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം മുഴുവൻ പേർക്കും കൊടുക്കും. അത് പെരുമ്പളത്ത് ഓരോ മനുഷ്യരും, ഓരോ സംഘടനകളും കൂട്ടായ്മകളും ഒക്കെ ഇതിന് സ്പോൺസർ ചെയ്യുകയാണ്. 7 ദിവസത്തെ പരിപാടിയും വ്യത്യസ്ത പ്രദേശങ്ങളിലാണ് നടക്കുന്നത്. ആളുടെ കൂട്ടമാണ്, ഒഴുകിയെത്തുവാണ് എല്ലാ പ്രദേശത്തും. അങ്ങനത്തെ ഒരു വലിയ ആഘോഷത്തിലാണ് ജനങ്ങൾ. മറ്റെവിടെ ഉള്ളതിനേക്കാൾ പാലത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പെരുമ്പളത്തിൻ്റെ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഉത്സവ അന്തരീക്ഷമാണ് പെരുമ്പളത്ത് ആകെയുള്ളത്.
അപ്പം അതുതന്നെ ഇത്രയും വരുന്ന ജനങ്ങൾ ഈ പാലത്തെ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. കേരളത്തിലെ ഗവൺമെൻറ് 10,000 പേർക്ക് വേണ്ടി 100 കോടി രൂപ മുടക്കി പണിതൊരു പാലമാണിത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്കും ഈ ഗവൺമെൻറ് എങ്ങനെ ആശ്രയമാകുന്നു, ആശ്വാസമാകുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. അതിൻ്റെ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഈ ദ്വീപിനെ പരിഗണിച്ചതിൻ്റെ ഒരു കാര്യമാണ്. പിന്നെ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് സജീവ് സൂചിപ്പിച്ചു. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരായിരുന്ന കാലത്ത്, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തിയിരുന്ന കാലത്ത് 1990 കാലഘട്ടത്തിലൊക്കെ ഇങ്ങോട്ടൊന്ന് കടക്കാനോ കോളേജിലേക്ക് പോകാനോ ഒക്കെ ഒരു ബോട്ട് മിസ്സായാൽ ഞങ്ങളുടെ ഒരു ദിവസം ചിലപ്പോൾ നഷ്ടപ്പെടും. തിരിച്ച് കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ 7 മണിക്ക് ശേഷം അല്ലെങ്കിൽ 7:30-ക്ക് ശേഷം വന്നാൽ ബോട്ട് മിസ്സായാൽ പല ദിവസങ്ങളിലും പൂത്തോട്ടയിലോ അല്ലെങ്കിൽ പാണാവള്ളിയിലോ ഒക്കെ ബോട്ട് ജെട്ടിയിൽ കിടന്നുറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ടാവും ഇങ്ങനെ ഇതുപോലെ. അപ്പോൾ ഞങ്ങൾക്ക് ഇക്കരെ കിടക്കാൻ ഒരു മാർഗവുമില്ല. പിന്നെ അത്തരം ഒരു പ്രതിസന്ധിയിൽ നിന്നാണ് ഇങ്ങനെ ഒരിക്കൽ പോലും ഞങ്ങളുടെ സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു പാലം, ഇത് ഇത്രയും മനോഹരമായ ഒരു പാലം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയിട്ടില്ല. അതിനുള്ള പോരാട്ടങ്ങളും അതിനുള്ള ശ്രമങ്ങളും ഒക്കെ പലതരത്തിലും പലയിടങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇതിങ്ങനെ സാക്ഷാത്കരിക്കുന്ന തരത്തിലേക്ക് വന്നത് പെരുമ്പളത്തെ ജനതയെയും കേരളത്തിലെ ജനങ്ങൾക്കും ഏറെ അഭിമാനിക്കാൻ കഴിയുന്നതാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലത്തിന് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണ് ഇതെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങളാകെ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ ഇതിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നത് ഒക്കെ നമുക്ക് പല നിങ്ങളിപ്പോൾ എല്ലാ വാർത്താ മാധ്യമങ്ങളും നിങ്ങളെപ്പോലുള്ള എല്ലാ സമൂഹ മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് പെരുമ്പളത്തെ പാലത്തെ സംബന്ധിച്ചാണ്. ആ പാലം ഈ പെരുമ്പളം ജനതയെ സംബന്ധിച്ച് വളരെ വലിയൊരു അനുഗ്രഹവും ആശ്വാസവുമാണ്. ഓരോരുത്തരോട് നമ്മൾ സംസാരിക്കുമ്പോഴും അവരിൽ നിന്ന് കിട്ടുന്ന അവരുടെയൊക്കെ ഒരു എന്താ പറയുക പ്രതീതി എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഈ രണ്ടുപേരെ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇതൊക്കെ തന്നെയാണ് ഈ ഇവിടെയുള്ള നിവാസികളുടെ അവരുടെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇപ്പോൾ ഈ നടന്നിട്ടുള്ളത്. എല്ലാവരും ഇവിടെ ഒരു ഉത്സവ ലഹരിയിൽ തന്നെയാണ്. നമുക്ക് ഇങ്ങോട്ട് നടന്നു വരുമ്പം തന്നെ കാണാം ഒരു എന്താ പറയുക, ഇവരെല്ലാവരും ഒരു ആഘോഷ തിമിർപ്പിലാണ്. വെട്ടവും വെളിച്ചവും എല്ലാം വെച്ചും ഓരോ പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ ആ കുറേ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത്. നമുക്ക് ഇനിയും ഒത്തിരി പേര് കാണാനുണ്ട്. നമ്മളിപ്പം ആ പാലം കയറി നമ്മൾ പെരുമ്പളം ദ്വീപിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ വലിയൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ NRB സാർ, NRB എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേർത്തല മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവായിരുന്നു. ഒപ്പം വർഷങ്ങളായിട്ടുള്ള ഒരു മുതിർന്ന പൊതുപ്രവർത്തകനാണ് NR ബാബുരാജ് സാറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് സാറ് പെരുമ്പളംകാരനാണ് എന്നുള്ള ഞാൻ അറിയുന്നത്. സാറേ, അപ്പം നമ്മുടെ ഈ പെരുമ്പളത്തെക്കുറിച്ചും ഈ ഒരു പാലം വന്നതിനെക്കുറിച്ചൊക്കെ ഒരു ചുരുങ്ങിയ ഒരു ചുരുക്കം എന്ന് പറയാം സാറ്. പെരുമ്പളം പാലം എന്ന് പറയുന്ന ഒരു മഹാത്ഭുതമാണ്. കേരളത്തിലെ ജനങ്ങൾ പൊതുവെയും പെരുമ്പളത്തെ ജനങ്ങൾ പ്രത്യേകിച്ചും ഇതൊരു യാഥാർത്ഥ്യമായി എന്ന് ഇപ്പോഴും അത്ഭുതത്തോടുകൂടി വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ സാമ്പത്തിക വശം പരിശോധിച്ചാൽ കേരളത്തിലെ ഏറ്റവും അവസാനം വരെയുള്ള പാലമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കേവലം 10,000-ൽ താഴെ ആളുകൾ മാത്രമാണ് ഇന്ന് പെരുമ്പളത്ത് ജീവിക്കുന്നത്. പെരുമ്പളത്ത് 12,000-ലേറെ ജനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ദുർഘടമായ യാത്രാ പ്രശ്നവും ബോട്ടില്ലായ്മയും അതിനു മുമ്പ് വള്ളത്തിൻ്റേതായ അപകട സാധ്യതകളും ഒക്കെ ഉണ്ടായ പരിസ്ഥിതിയിൽ ഏതാണ്ട് 2,000-ലേറെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പെരുമ്പളത്തു നിന്ന് മാറി താമസിക്കുകയുണ്ടായി. ജോലിയുടെ സൗകര്യം ഉദ്ദേശിച്ചും മക്കളുടെ വിദ്യാഭ്യാസം ഒക്കെ കണക്കിലെടുത്തും 2,000-ലേറെ ആളുകൾ പെരുമ്പളം വിട്ടുപോയി. ഇനി 10,000-ൽ താഴെ ആളുകൾ മാത്രമാണ് ഉള്ളത്. 10,000-ൽ താഴെ ആളുകൾ മാത്രം വസിക്കുന്ന ഒരു ദ്വീപ് നിവാസികൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി മാത്രം, അവരുടെ യാത്രാ സൗകര്യവും ജീവിതവും ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രം ഒരു ഗവൺമെൻറ്റും 100 കോടി രൂപ മുടക്കി ഒരു പാലം പണിയുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അതാണ് സാധ്യമാക്കിയത്. 100 കോടി എന്ന് പറഞ്ഞാൽ സാധാരണ ജനപ്രതിനിധികൾ തങ്ങളുടെ മണ്ഡലത്തിൽ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഇപ്പോൾ 10,000 ജനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ ഒരു 8,000 വോട്ട് കാണും. 8,000 വോട്ടിന് വേണ്ടി ഒരു ജനപ്രതിനിധി 100 കോടി ഒരു കേന്ദ്രത്തിൽ മുടക്കുക എന്ന് പറയുന്നത് അസംഭവ്യമായ കാര്യമാണ്. ഒരു ജനപ്രതിനിധിയും ചിന്തിക്കാത്ത കാര്യമാണ്. ഉണ്ടാക്കിയാലേ 100 കോടി ആവുള്ളൂ എന്ന് പറഞ്ഞാൽ അരൂർ മണ്ഡലത്തിലെ മുഴുവൻ റോഡും എല്ലാ പഞ്ചായത്തിലെയും മുഴുവൻ റോഡുകളും 10 ലക്ഷം രൂപ മുടക്കി ടാറ് ചെയ്യാവുന്ന എമൗണ്ടാണ് ഈ 100 കോടി 8,000 വോട്ടിന് വേണ്ടി അല്ലെ 10,000 ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അത് 2-3 പേരുടെ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെയും അതിൽ തന്നെ 3-4 വ്യക്തികളുടെയും
പ്രത്യേക താല്പര്യമെടുത്തു എന്നുള്ളത് കൊണ്ടാണ് സംഭവിച്ചത്. ആദ്യം എടുത്ത് പറയേണ്ടത് സഹ ആരിഫിനെയാണ്. ആരിഫിനെ പോലെ ഒരു ജനപ്രതി അരൂർ MLA ആയില്ലായിരുന്നെങ്കിൽ പെരുമ്പളത്ത് ഒരിക്കലും പാലം വരില്ല. അതിനേക്കാൾ ഉപരി കിഫ്ബി എന്നൊരു പ്രോജക്റ്റ് കേരളത്തിൽ തോമസ് ഐസക്കിൻ്റെ ഭാവനയിൽ യാഥാർത്ഥ്യമായി, അത് മലർപ്പടിക്കാരൻ്റെ സ്വപ്നമാണിത് നടക്കാൻ പോകുന്നില്ല എന്ന് എത്രയോ ആരോപണങ്ങൾ നേരിട്ടു. അത് യാഥാർത്ഥ്യമായില്ല. കിഫ്ബി കേരളത്തിൽ പ്രായോഗികമായില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പാലം വരത്തില്ല. ആ ധനകാര്യമന്ത്രിയായ ഒരു ധനകാര്യമന്ത്രിയും 8,000 പേർക്ക് വേണ്ടി 100 കോടി മാറ്റിവെക്കുന്ന സ്ഥിതി ഉണ്ടാവില്ല. ആ ധനകാര്യമന്ത്രി, അതുപോലെ തന്നെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി സഹ പിണറായി, ആ മന്ത്രിസഭയിലെ പെരുമ്പളം പതിറ്റാണ്ടുകളായിട്ട് അറിയാവുന്ന PWD മന്ത്രി G. സുധാകരൻ, ഇവരെല്ലാം വ്യക്തിപരമായി കൂടി താല്പര്യപ്പെടുത്തതുകൊണ്ട് പെരുമ്പളത്തുകാരുള്ള സ്നേഹം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയത്. അത് കേവലം ഒരു പാലം എന്ന നിലയിൽ മാത്രമല്ല, ഈ പാലത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പെരുമ്പളത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തണം. പെരുമ്പളത്തിൻ്റെ ഭൂമിശാസ്ത്രമായ പ്രത്യേകതകൾ ഉപയോഗിച്ചുകൊണ്ട് ടൂറിസവും ഉത്തരവാദിത്ത ടൂറിസവും ഒക്കെ വികസിപ്പിച്ചുകൊണ്ട് പെരുമ്പളത്തെ ജനസംഖ്യയുടെ ഒരു പകുതിയിലേറെ ആളുകൾക്കും ഒരു ജീവിതമാർഗം തുറന്നു കിട്ടണം എന്നുള്ള അർത്ഥത്തിൽ ആ പാലം പോലും ഒരു ടൂറിസം ലെക്കാക്കിയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പെരുമ്പളം ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടുത്തെ പ്രസിഡന്റിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം പ്രസിഡന്റ് 2 വാക്ക്, പഞ്ചായത്ത് പ്രസിഡന്റിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗിരീഷ് സാറാണ്. ഗിരീഷ് സാർ നമ്മുടെ ഈ ഒരു ഇപ്പം എന്തായാലും ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് നിലവിൽ. 2 വാക്ക് ആ സന്തോഷത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ വെറും വാക്കല്ല. സാധാരണ ഇതുപോലുള്ള ഫംഗ്ഷനിലൊക്കെ പറയുന്ന ഒരു വാക്കാണ് സ്വപ്ന സാക്ഷാത്കാരം. ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്വപ്ന സാക്ഷാത്കാരം. അതായത് ഞങ്ങളുടെ ഇപ്പോൾ ഞാനിപ്പോൾ എല്ലായിടത്തിലും പറയുന്നതാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ ഒരു പാലത്തെ കൂടി യാത്ര ചെയ്യാൻ കഴിയുമെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ 100 കോടി രൂപ തന്നു. ആ സർക്കാരിൻ്റെ തന്നെ, അതായത് രണ്ടാമത്തെ ആണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പിണറായി സർക്കാർ തന്നെ അത് പൂർത്തീകരിക്കുന്നത് വരുമ്പോൾ അതിലേറെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ പെരുമ്പളത്തുകാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു, വിവാഹങ്ങളുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാം ഇതോടുകൂടി മാറി ഞങ്ങൾ പുതിയ നിങ്ങളെ ബാക്കിയുള്ളവരെയൊക്കെ പോലെ ഏത് സമയത്തും എവിടെയും പോയി ഇതുപോലെയുള്ള ഫംഗ്ഷനുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ സാഹചര്യത്തിലേക്ക് മാറിയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പുത്തൻ ഒരു വികസനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. പുതിയൊരു ഇതാണ് വരാൻ പോകുന്നത്. കാരണം ഞങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങളും ഒക്കെ മാറി. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വരുമാനം കുറഞ്ഞ പഞ്ചായത്തുകളിലൊന്നാണ്. 9 ലക്ഷം രൂപ മാത്രമാണ് ഒരു വർഷം വരുമാനമുള്ളത്. അത്തരത്തിലുള്ള പഞ്ചായത്ത് ഞങ്ങളുടെ ടൂറിസമാണ് ഞങ്ങളുടെ സാധ്യത. പിന്നെ പ്രത്യേകിച്ച് ഇതുപോലെ ഉള്ളൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇതിനെപ്പറ്റി കടപ്പാട് എന്ന് പറയുന്ന സർക്കാർ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അന്നത്തെ MLA ആയിരുന്ന സഹ ആരിഫാണ്. ആ ആരിഫ് ഇവിടെ ആ ആരിഫിൻ്റെ തുടർഭാഗമായിട്ട് തന്നെ ഞങ്ങളുടെ പുതിയ ഇപ്പം നിലവിലുള്ള MLA ദലീമ മടവും അത് വളരെ ആരിഫ് അല്ലെങ്കിൽ നാട്ടുകാരെ പോലെ പെരുമ്പളത്തുകാരെ പോലെ നിന്നാണ് 2 പേരും ഈ പദ്ധതി തീരും വരെ ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ളത്. ഈ അവസരത്തിൽ അവർക്ക് 2 പേർക്കും LDF സർക്കാരിനും പെരുമ്പളത്ത് മുഴുവൻ ജനങ്ങളുടെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. പെരുമ്പളത്തേക്ക് വന്നപ്പോഴാണ് പലരെ നമുക്ക് ഇവിടെ കിട്ടി. അതായത് ഇവിടുത്തെ സമയവും സ്ഥലത്തിൻ്റെയും യാത്രകളുടെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് പലരും നാട് വിട്ട്, അതായത് പണ്ട് സിനിമാക്കാരൊക്കെ നമ്മൾ കൊച്ചിയിലേക്കും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്കും മാറിയെന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് പല ആളുകളും അല്ലേ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സമയം എത്തിപ്പെടാനുള്ള ഈ ഓരോരുത്തരും പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരേ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി വരുമ്പം കടത്ത് കയറിയൊക്കെ വരണ്ടേ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ്. അങ്ങനെ കളമശ്ശേരിക്ക് പോയി പെട്ട ഒരു കലാകാരനെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അനിൽ പെരുമ്പളം എന്ന് പറയുന്ന പല സിനിമകളിലും പല സന്ദർഭങ്ങളിലും നിങ്ങൾ ഈ ഫേസ് കണ്ടിട്ടുണ്ടാവും. ഏതൊക്കെ സിനിമയായിരുന്നു നമ്മൾ പ്രധാനപ്പെട്ട ലോകയൊക്കെ അല്ലേ? അതുപോലെ വാരിക്കുഴിയിലെ കൊലപാതകം, ബാലം വക്കീല്, ഓപ്പറേഷൻ ജാവ, ഇവിടുത്തെ ഡയറക്ടർ തന്നെ അരുൺ ബൈഗ ചെയ്തിട്ടുള്ള ഉപകാരപൂർവ്വം കൊണ്ടുജയൻ, ചെമ്പരത്തിപ്പൂ, അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരം സിനിമകളൂടെ നമ്മളൊക്കെ ഇൻഷ എന്ന് പറഞ്ഞൊരു ഈ തൊട്ടടുത്ത നാട്ടിലെ ഇൻഷ എന്ന് പറഞ്ഞൊരു ഒരു മൂവി തൊട്ടടുത്ത നാട്ടിലുള്ളതാണ് ഷിജു വിജയൻ ചെയ്ത ഇൻഷ. അങ്ങനെ കുറെ. പിന്നെ ഒന്നുകൂടി പറഞ്ഞോട്ടെ, നമ്മൾ പറയുമ്പോൾ വന്ന വഴി മറക്കാൻ പറഞ്ഞാൽ നമ്മള് ഉപ്പുമുളക് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെയാണ് പ്രോഗ്രാമിലൂടെ ഫെയിമായി. അതിൽ ജയന്തൻ എന്ന കഥാപാത്രത്തിൽ വന്നു. പെരുമ്പളത്ത് നമ്മൾ ഒരു ആശാൻ എന്നെ ഓട്ടംതുള്ളൽ പഠിപ്പിച്ചു, പരമേശ്വരൻ എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പരമേശ്വരൻ അവിടെ നിന്നാണ്. അങ്ങനെയാണ് പെരുമ്പളത്ത് അറിയപ്പെടുന്നത്. ഓട്ടംതുള്ളലിലൂടെ നമ്മളെ പലരും കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം സ്വന്തം നാടിനെ കുറിച്ച്, ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തെ കുറിച്ച് 2 വാക്ക്. ഇത്
എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ മാത്രമല്ല നമുക്ക് മുമ്പേയുള്ള തലമുറയുടെ സ്വപ്നമാണ്, അതിൻ്റെ സാക്ഷാത്കാരമാണ്. അതിൻ്റെ സന്തോഷം എല്ലാവർക്കും, ഇതിൻ്റെ മണൽത്തരികൾക്കും ഇവിടെയുള്ള പക്ഷിമൃഗാദികൾക്കും വൃക്ഷലരാദികൾക്കും ഒക്കെ തന്നെ ആ സന്തോഷമുണ്ട്. മനുഷ്യരുടെ ഉപരിയായി അവർക്കൊക്കെ ഉണ്ടെന്ന് നമ്മൾ കരുതിയാണ്. ഇത് തൊട്ടടുത്താണ് എൻ്റെ വീട്. ഞാൻ കലാകാരനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടംതുള്ളിലൂടെ കടന്നു വന്ന പരമേശ്വരൻ എന്ന് പറഞ്ഞ ഗുരു പഠിപ്പിച്ചു. അങ്ങനെ ഓട്ടംതുള്ളിലൂടെ വരുന്നു. അതുപോലെ തന്നെ ഇടതുപക്ഷ സഹയാത്രികനായിട്ട് നിൽക്കുകയും പഞ്ചായത്ത് മെമ്പറാകുകയും അതുപോലെ പാർട്ടി പരിപാടികളുടെ കലാപരിപാടികളിൽ ഒക്കെ നിൽക്കുകയും ഇവിടെ ഒരു മിമിക്സ് ട്രൂപ്പ് ഉണ്ടായിരുന്നു, മിമിക്സ് വോയിസ് എന്ന് പറഞ്ഞ ട്രൂപ്പ്. അതിൽ ജയരാജ്, ശ്രീജി, ബിജു, അങ്ങനെ ഒരുപാട് പേര്, രാജീവ്, അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് ഇവിടുന്ന് പണ്ട് കാലത്ത് വള്ളത്തിനാണ് ഞങ്ങൾ പുറം കരകളിലൊക്കെ പരിപാടി അവതരിപ്പിക്കാൻ പോകണം, വള്ളത്തിന് പോകുന്നു. അതുപോലെ സിനിമ കാണില്ല, ഇവിടെ തൊട്ടടുത്ത് സുനിൽ ടാക്കീസ് എന്ന് പറഞ്ഞിട്ട് പൂച്ചാക്കൽ, പെരുമ്പളംകവല, അതുപോലെ തന്നെ ജസീന എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഞങ്ങൾ പോകുന്നത് ഇവിടെ ഈ പാലത്തിനടുത്ത് നിന്ന് വള്ളം വലിച്ച്, നമുക്കൊന്നും വള്ളമില്ല, വള്ളമുള്ള വീട്ടിലെ പിള്ളേരെ സിനിമ കണ്ടെന്നും പറഞ്ഞിട്ട് അവരെ പ്രകോപിപ്പിക്കും. അവരടുത്ത് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ അവരോട് പറയും ഉഗ്രം സിനിമയാണ്, ഗംഭീര സിനിമയാണ്, നമുക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവൻ വള്ളവും എടുത്തു വരും. അച്ഛന് രാത്രി പണിക്ക് പോകേണ്ട വള്ളമുണ്ട്, ആ വള്ളം ഉപേക്ഷിച്ച് ഇവൻ വരും. അങ്ങനെ പോകും. അങ്ങനെ പോയിട്ടുള്ള കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ജയൻ എന്ന് വിളിക്കുക, ജയൻ എന്നാണ് പേര്, അണ്ണൻകുട്ടൻ എന്നറിയുന്നത്, മനോജ്, 2 മനോജ്മാർ, ഒരാൾ മരിച്ചുപോയി, കുഞ്ചരൻ, പിന്നെ മുരളി, മമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഞങ്ങൾ ഒന്നിച്ചുള്ള കൂട്ടുകാരൻ, മമ്മി, സാജൻ, ഇങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ കൂടിയാണ്. അതുപോലെ പാർട്ടി പ്രവർത്തകരാണ് ഇവിടെ എം.എൻ. സജീവ്, പി.ബി. ശിബു, അങ്ങനെയുള്ള ഒരുപാട്, പി.വി. രാജു, അങ്ങനെ ഒരുപാട് പേര്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പേര് പറയാത്ത ആളുകൾ വിരോധമൊന്നും വിചാരിക്കരുത്, അവരെയൊക്കെ ഓർക്കുന്നുണ്ട്, നമ്മൾ പെട്ടെന്ന് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയൊക്കെയാണ് ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നു, അപ്പുറത്ത് നാടകത്തിന് പോകുന്നു, ഇത് നമ്മുടെ പുത്തങ്കാവ്, മാത്താനം, അങ്ങനെ പല സ്ഥലങ്ങളും ഒക്കെ ഇവിടെ നിന്ന് വന്നു. അപ്പോൾ അങ്ങനെ പോയി നിന്നാണ് നമ്മൾ കലാകാരനാകുന്നത്. പിന്നെ നമ്മൾ ജീവിത സാഹചര്യം കൊണ്ട് പയ്യ അങ്ങോട്ട് വിവാഹം ചെയ്ത് കടന്നു ചെയ്യുന്ന അങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു ചുരുക്കം എല്ലാത്തിനും കൂടെ നമുക്ക് ചുരുക്കി പറയാം, എല്ലാ രംഗത്തും പെരുമ്പളത്തിൻ്റെ ഒരു മുഖച്ഛായ മാറിത്തീരുകയാണ്. പക്ഷേ നമ്മുടെ നാട് ഒരുപാട് കലകൾ, കൈകൊട്ടിക്കളി, ശാസ്താംപാട്ട്, കോൽകളി, ഇങ്ങനെ ഒരുപാട് കലാകാരന്മാരുള്ള എന്താ ചൊല്ലടോ വൈകിള്ളി പെണ്ണേന്തി താതയിച്ചെന്താ മേറിന രാഘവൻ കഥ ആ തകർത്തുണ്ടക പുത്തരി വെട്ടി പുതുമഴ പെയ്ത് ഭൂമികളുത്തെ ആലുകളുത്തെ ആലും മേലും പക്ഷിയിരുന്ന് താമുല്ല തരികടമുല്ല തകർത്താതുമുറ തേയ്ക്കതയിത്, ഇങ്ങനെ കളിച്ച് പാടുന്നൊരു ജാനമ്മ ചേച്ചി, അതുപോലെ കൊച്ചപ്പിയാശാനൊക്കെ കളിച്ച് പാടുന്ന, ഇന്ന് അവരുടെ മക്കൾ വാമനശാന്തിയൊക്കെ പാടി കളിക്കുന്ന വലിയൊരു കലാകാരന്മാരുടെ പാരമ്പര്യമുള്ളൊരു ഭൂമിയാണ്. അതുപോലെ തന്നെ പാടം, കൊയ്ത്തുപാട്ട്, അതുപോലെ മത്സ്യത്തൊഴിലാളികൾ, കക്കാത്തൊഴിലാളികൾ, കയർ തൊഴിലാളികളൊക്കെ ഉള്ള മേഖലയാണ്. അവരെയൊക്കെ ആ മൺമറഞ്ഞു പോയ അവരുടെ കൂടി സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. അതിലെല്ലാം സന്തോഷമുണ്ട്. ഇത് കവർ ചെയ്യാൻ വന്ന നിങ്ങളോടുമുള്ള ആ ഒരു സന്തോഷം നിങ്ങൾ ഈ നാടിനെ പുറത്ത് എത്തിക്കാൻ വേണ്ടി മുഖമ്മയിൽ നിന്നും, എന്താ പേര്, മൻസൂർ, ക്യാമറമാൻ ചെത്തിയിലെ ജെൻസൺ, നിങ്ങളും ഇവിടെ വന്നതൊക്കെ പുറം ലോകത്തെ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും 7-ാം തീയതി സ്വാഗതം ചെയ്യാണ്. ഹൃദ്യമായ സ്വാഗതം. ഞങ്ങളുടെ നാടിൻ്റെ ഐശ്വര്യമായ പാല ഉദ്ഘാടനത്തിന് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേരുന്നു. അതോടൊപ്പം നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. ഒപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്കുള്ള ആശംസയും അർപ്പിക്കുക. കുറേ ആളുകളെ നമുക്കിവിടെ കിട്ടാനുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് പെരുമ്പളം എന്ന് പറയുന്നത് കുറേ കലാകാരന്മാരുടെയും, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കലാകാരന്മാരുടെയും പൊതുപ്രവർത്തകരുടെയും അങ്ങനെ സാമൂഹ്യ സാംസ്കാരിക പല നിലകളിലും പ്രസിദ്ധരായിട്ടുള്ളവരും നടക്കുന്നവരും അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു സ്വന്തം തട്ടകമാണ് പെരുമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിരവധി കലാകാരന്മാർ വന്നിട്ടുണ്ട്. ഇനിയും വരും തലമുറയിലേക്കും അല്ലേ നിരവധി ആളുകൾ ഇനി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസയാണ്. കാരണം തീർച്ചയായും ഇപ്പൊ അതിനൊരു തുറന്നു കൊടുത്തിരിക്കുകയാണ് അല്ലേ, സാധ്യതകൾ കൂടുതലാണ്. അത് തുറന്നു കൊടുക്കുന്നതോടുകൂടി ഈ പെരുമ്പളത്തിന്റെ ദ്വീപിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ഇതൊരു വേറൊരു ലെവലിലേക്ക് എത്തും. പ്രധാനമായിട്ടും ടൂറിസം അറിയിക്കാൻ പറ്റാത്തൊരു ഒരുപാട് ടൂറിസം സാധ്യതകളുണ്ട്. അതുവഴി ഈ നാട്ടിലുള്ള കുറെ ആളുകൾക്ക് തൊഴില് ഒരുപാട് സാധ്യതകളുടെ വലിയ മാത്രം മതി.